തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രി, ആ താലൂക്ക് ആശുപത്രിയുടെ ഇപ്പോഴത്തെ ക്യാൻറ്റീൻ നടത്തിപ്പുകാരൻ. ഒരു ക്യാൻറ്റീൻ നടത്തിപ്പുകാരന് അങ്ങനെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്ന് ചോദിച്ചാൽ, നമ്മുടെ നാട്ടിൽ സാധാരണ ആളുകൾ ക്യാൻറ്റീൻ എടുത്ത് നടത്തുകയും അതിൽ നിന്ന് ചെറിയ വരുമാനമൊക്കെ ഉണ്ടാക്കുകയും ചെയ്യും. ചിറയൻകീഴ് ചന്ദ്രദാസ്, അങ്ങനെ ഒരു പേര് പറഞ്ഞാൽ ഒരുപക്ഷെ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. മണിച്ചൻ, കല്ലുവാതുക്കൽ മദ്യദുരന്തത്തിലൂടെ കുപ്രസിദ്ധി ആർജിച്ച മണിച്ചൻ. ആ മണിച്ചനാണ് ഇന്ന് ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ സാധാരണ നിലയിൽ ഒരു ക്യാൻറ്റീൻ കോൺട്രാക്ടറായി ഉപജീവനം കഴിച്ച് പോകുന്നത്. കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിൻ്റെ മകൻ ആറ്റിങ്ങലിൽ ഒരു ഫ്രൂട്ട് സ്റ്റോൾ ഇട്ടിരുന്നു. അതുവഴി പോകുമ്പോൾ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയും ഒക്കെ അറിയാവുന്നവർ ഒരു നിമിഷമെങ്കിലും ആ ഫ്രൂട്ട് സ്റ്റോൾ നോക്കിപ്പോകും. സാധാരണ നിലയിൽ ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിൻ്റെ മകൻ നടത്തിയിരുന്നൊരു കടയാണ്. അതിനു മുൻപ് ചപ്പാത്തിയൊക്കെ നിർമ്മിച്ച് വിതരണം ചെയ്യുന്ന രീതിയായിരുന്നു മണിച്ചൻ്റെ മകന്. മണിച്ചൻ്റെ കുടുംബം ഏതു നിലയിൽ നിന്ന് മറ്റൊരു തലത്തിലേക്ക് എത്തി എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ഈ മനുഷ്യജീവിതത്തിലെ കയറ്റിറക്കങ്ങളെക്കുറിച്ചുള്ള ആ ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ നമ്മളങ്ങനെ ഫിലോസഫിക്കലി ഒക്കെ പറയുന്ന കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒരു മനുഷ്യൻ്റെ ജീവിതം എങ്ങനെയൊക്കെ മാറി മറിയും എന്നതിന് ഒരു ഉദാഹരണം കണ്ടെത്താൻ കഴിയുന്നത്. 25 വർഷം തികയാണ് കല്ലുവാതുക്കൽ മദ്യദുരന്തം സംഭവിച്ചിട്ട്. 25 വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലൊരു ഒക്ടോബർ 21-നായിരുന്നു ഈ ദുരന്തം സംഭവിക്കുന്നത്. ആ ദുരന്തത്തെ ചുറ്റിപ്പറ്റിയും വലിയ ദുരൂഹതകൾ അവശേഷിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ചു കാലം മുൻപാണ് മണിച്ചൻ ജയിൽ മോചിതനായത്. പക്ഷേ ഇതുവരെ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതൽ വിശദീകരിക്കാൻ തയ്യാറായിട്ടില്ല. ഇത്രയും നാളായിട്ടും അദ്ദേഹത്തിൻ്റെ കാര്യമായ ഒരു പ്രതികരണം മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വന്നിട്ടില്ല. പക്ഷേ മണിച്ചൻ ഒരു ചാരായ ഷോപ്പിൻ്റെ ഉടമ, അല്ലെങ്കിൽ ആ തരത്തിൽ ഷാപ്പുകൾ നടത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് 96-ൽ ആൻ്റണി സർക്കാർ ചാരായ നിരോധനം പ്രഖ്യാപിക്കുന്നത്. ഒരു ഏപ്രിൽ 1-ന് കേരളത്തിൽ സമ്പൂർണ്ണമായി ചാരായ വിൽപ്പന നിരോധിച്ചുകൊണ്ട് ഒരു സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങുന്നു. അങ്ങനെ ഒരു പ്രഖ്യാപനം വരുന്നു. അവിടെ അതിന് നിദാനമായതിന് കാരണം കേരളത്തിൽ തീരദേശത്ത് പ്രത്യേകിച്ചും പുരുഷന്മാർ വലിയ തോതിൽ ചാരായം ഉപയോഗിക്കുകയും മറ്റിടങ്ങളിലും അത്തരത്തിൽ ഉപയോഗിക്കുകയും കുടുംബങ്ങളിൽ വലിയ അസ്വസ്ഥതകൾ ഉണ്ടാകുകയും ചെയ്യുന്നു എന്നതാണ്. മാത്രമല്ല, തിരഞ്ഞെടുപ്പിൽ സ്ത്രീകളുടെ വോട്ട് നേടുന്നതിന് വേണ്ടിയുള്ളൊരു തുറുപ്പ് ചീട്ടായിരുന്നു ഇത്തരമൊരു നീക്കമെന്ന് രാഷ്ട്രീയ എതിരാളികൾ വിലയിരുത്തുകയും ചെയ്തു. പക്ഷേ ആ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് കോൺഗ്രസ് അധികാരത്തിൽ വന്നില്ല എന്നത് മാത്രമല്ല, ഈ ഒരു നീക്കത്തിന് പിന്നിൽ മറ്റ് ചില ലക്ഷ്യങ്ങൾ കൂടി ഉണ്ടായിരുന്നുവെന്ന ആരോപണം അക്കാലം മുതൽ നിലനിൽക്കുന്നുണ്ട്. അതിൽ പ്രധാനം, ആ സമയത്ത് വിദേശ മദ്യം വ്യാപകമാവുന്നൊരു സമയമാണ് കേരളത്തിൽ. മാത്രമല്ല, ബാർ വ്യവസായം മെല്ലെ മെല്ലെ മുളച്ചു വരുന്നൊരു സമയമാണ്. ആ ഘട്ടത്തിൽ ചാരായ വിൽപ്പനയെ നിരുത്സാഹപ്പെടുത്തിയാൽ മാത്രമേ ബാർ ലോബിക്ക് വളർന്നു വരാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ടാകൂ. അതിനുവേണ്ടി സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി അങ്ങനെ ഒരു നീക്കമുണ്ടാക്കി. മാത്രമല്ല, ആൻ്റണിക്ക് താല്പര്യമുള്ള ചില ആളുകൾ ഈ മേഖലയിലേക്ക് വരുന്നു. അവർക്കും അവരുടെ സംരംഭങ്ങളുമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി എന്ന നിലയിൽ AK ആൻ്റണി അങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന് വിശ്വസിക്കുന്നവരും ഏറെയാണ്. പക്ഷേ ആദർശധീരനായ, അങ്ങനെ വാഴ്ത്തപ്പെടുന്ന AK ആൻ്റണി അത്തരം കാര്യങ്ങൾക്ക് വഴങ്ങുമോ, അങ്ങനെ ചെയ്യുമോ എന്നുള്ള ചോദ്യമൊക്കെ മറുവശത്തുണ്ട്. ഏതായിരുന്നാലും ചാരായ ഷാപ്പുകൾ അസ്തമിച്ചതോടുകൂടി മണിച്ചൻ കള്ള് ഷാപ്പുകൾ ലേലത്തിനെടുക്കുകയാണ്. പ്രധാനമായും തിരുവനന്തപുരം, കൊല്ലം ജില്ലകളുടെ അതിർത്തി മേഖലയിലാണ്. ചിറയൻകീഴാണ് മണിച്ചൻ്റെ സ്വന്തം സ്ഥലം. അവിടെ ആ തിരുവനന്തപുരം അതിർത്തി, അതോടൊപ്പം തന്നെ കൊല്ലം ജില്ലയുടെ പട്ടാഴി അല്ലെങ്കിൽ അഞ്ചൽ അതുപോലുള്ള സ്ഥലങ്ങൾ, തിരുവനന്തപുരത്ത് വർക്കലയും ചിറയൻകീഴും പോലുള്ള ബെൽറ്റിൽ വരുന്ന ആ ഒരു മേഖലയിലൊക്കെ തന്നെ മണിച്ചൻ്റെ 100-ലധികം ഷാപ്പുകൾ. മണിച്ചൻ ആരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് മണിച്ചൻ്റെ അന്നത്തെ പ്രവൃത്തികൾ വിലയിരുത്തുമ്പോഴാണ്. ശാർക്കര കാളിയൂട്ട് പലർക്കും അറിയാവുന്നതാണ്. ചിറയൻകീഴ് ശാർക്കര അമ്പലത്തിലെ ഉത്സവം. ആ ഉത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്പോൺസർ എന്ന് പറയുന്നത് മണിച്ചനായിരുന്നു. ലക്ഷക്കണക്കിന് രൂപയാണ് ആ ഉത്സവത്തിന് മണിച്ചൻ ചെലവാക്കുന്നത്. ആ അമ്പലത്തിൽ മാത്രമല്ല, ആ പരിസരത്തെ മറ്റ് ദേവാലയങ്ങളിൽ, അത് ജാതിമത പരിഗണനകൾക്ക് അതീതമായി ഏത് ആളുകൾ വന്ന് ചോദിച്ചാലും അതിനൊക്കെ തന്നെ കൈയയച്ച് സഹായിക്കുന്ന ഒരാളായിരുന്നു മണിച്ചൻ. മണിച്ചന് 100-ലധികം ഷാപ്പുകൾ ഉണ്ടായിരുന്നു. ഓരോ മലയാള മാസവും 1-ാം തീയതി, അത് ചിങ്ങമാസം ഒന്നല്ല, വിഷുവല്ല, എല്ലാ മലയാള മാസവും 1-ാം തീയതിയും ഈ ഷാപ്പിലെ മുഴുവൻ ജീവനക്കാർക്കും തൊഴിലാളികൾക്കും അവിടെ വരുന്ന മണിച്ചൻ്റെ കസ്റ്റമേഴ്സിനും ഈ കൈനീട്ടം കൊടുക്കുന്ന ഒരു രീതി മണിച്ചനുണ്ടായിരുന്നു. അത് ചെറിയ തുകയല്ല. ആലോചിക്കേണ്ടത്, 25 വർഷം മുൻപ് മണിച്ചൻ കൈനീട്ടം കൊടുക്കുന്നത് 200-300 രൂപയാണ് ഓരോ വ്യക്തിക്കും കൈനീട്ടം കൊടുക്കുന്നത്. ആ തരത്തിൽ പടർന്ന് പന്തലിച്ച്
വലിയൊരു മദ്യ വ്യവസായത്തിൻ്റെ തലതൊട്ടപ്പനായി സമ്പാദ്യത്തിൻ്റെ ഏറ്റവും കൊടുമുടി കയറി നിൽക്കുന്ന ഒരു മണിച്ചൻ്റെ പതനം തുടങ്ങുന്നത് ഇതുപോലൊരു ഒക്ടോബർ മാസത്തിലാണ്. ഒക്ടോബർ 20-ന് മണിച്ചൻ്റെ കൂട്ടാളിയായ ഹൈർനീസ, അതായത് താത്ത എന്ന് വിളിക്കുന്ന ഹൈർനീസ, അവരുടെ വീട്ടിൽ നിന്ന് മണിച്ചൻ സപ്ലൈ ചെയ്ത മദ്യം അവിടെ വന്ന കസ്റ്റമേഴ്സിന് നൽകുകയാണ്. അത് കൂലിപ്പണിക്കാരും അതോടൊപ്പം തന്നെ ചെറിയ തൊഴിലാളികളും കർഷകരും ഒക്കെ ആയിട്ടുള്ള സാധാരണ ജനങ്ങളാണ്. പാറ കോറിയിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ, ഇങ്ങനെയുള്ളവർ അവിടെ വന്ന് ആ മദ്യം കഴിക്കുന്നു. പലർക്കും അന്ന് ഉച്ചതിരിഞ്ഞ് തന്നെ അസ്വസ്ഥതകൾ അനുഭവപ്പെടുകയാണ്. ശാരീരിക അസ്വസ്ഥതകളും ഛർദിയും ഒക്കെ തന്നെ പലർക്കും അനുഭവപ്പെടുന്നു. അത് ഈ പട്ടാഴി, അതോടൊപ്പം തന്നെ അഞ്ചൽ, ഈ ചിറയൻകീഴ് മേഖല, ആ ഭാഗത്തൊക്കെയുള്ള ആളുകൾക്ക്, അവിടെ വന്നു പോയ ഹൈർനീസയുടെ വീട്ടിൽ വന്ന് മദ്യപിച്ച് പോയ ആളുകൾക്കാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. തൊട്ടടുത്ത ദിവസം കേരളം കേട്ടുണരുന്ന വാർത്ത ഒരു ദുരന്തത്തിൻ്റേതാണ്. 31 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ഇങ്ങനെ ഹൈർനീസയുടെ വീട്ടിൽ നിന്ന് മദ്യപിച്ച് പോയ 31 പേർ മരിക്കുന്നു. ഏതാണ്ട് 500-നടുത്ത് ആളുകൾക്ക് ആന്തരിക അവയവങ്ങൾ നഷ്ടമാകുന്ന, കേട് വരുന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തുന്നു. അവർക്ക് കണ്ണ് നഷ്ടമാകുന്നു, വൃക്ക തകരാറിലാകുന്നു, കരൾ തകരാറിലാകുന്നു. ഇങ്ങനെ ജീവച്ഛവങ്ങളായി മാറിയ ആളുകൾ. അങ്ങനെ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായി ഈ കല്ലുവാതുക്കൽ വ്യാജമദ്യ ദുരന്തം മാറുകയാണ്. വലിയ കോലാഹലമുണ്ടാകുന്നു. സിബി മാത്യൂസിനെ സർക്കാർ ഈ അന്വേഷണം ഏൽപ്പിച്ചു. തുടർന്ന് സിബി മാത്യൂസ് മണിച്ചൻ്റെ വീട്ടിൽ പരിശോധന നടത്തുമ്പോൾ 5000 ലിറ്റർ വീതമുള്ള ടാങ്കുകൾ, അത് 18 എണ്ണമാണ് മണിച്ചൻ്റെ വീടിൻ്റെ പറമ്പിൽ കുഴിച്ചിട്ടുള്ളത്. ഈ ടാങ്കുകളെല്ലാം പരസ്പരം ബന്ധിച്ചിട്ടുള്ള ടാങ്കുകളാണ്. ഇതിലാണ് സ്പിരിറ്റ് നിറയ്ക്കുന്നത്. അന്ന് തന്നെ കേട്ട ഒരു പ്രയോഗം, ഒരുപക്ഷെ ഇടുക്കി ഡാം വറ്റിയാലും മണിച്ചൻ്റെ ടാങ്കുകൾ വറ്റില്ല എന്ന കാര്യം. മാത്രമല്ല, മണിച്ചൻ്റെ ആഡംബരം എത്രമാത്രം വലുതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മണിച്ചൻ്റെ സഹായിയായിരുന്ന ഹൈർനീസയുടെ അന്നത്തെ വീട് കാണുമ്പോഴാണ്. ഹൈർനീസയുടെ ഇരുനില വീട്, ആ വീട്ടിൽ AC ഘടിപ്പിച്ചിരുന്നു. 2.5 ആൾ പൊക്കത്തിലുള്ള മതിലാണ്. അതായത് മണിച്ചൻ്റെ ഒരു സഹായിയായി പ്രവർത്തിച്ച ഹൈർനീസയുടെ സംവിധാനങ്ങളാണ് അന്ന് പോലീസ് കണ്ട് അന്തിച്ചത്. അപ്പോൾ മണിച്ചൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതാണ്. മാത്രമല്ല, ഈ 2020-ൽ ഈ ദുരന്തം സംഭവിച്ച് തൊട്ട് പിന്നാലെ, അന്ന് ഇലക്ഷൻ നടക്കാൻ 6 മാസം മാത്രമാണ് ഉള്ളത്, നയനാർ സർക്കാർ അവിടെ അമ്പെ പരാജയപ്പെടുകയാണ്. 100 സീറ്റുകൾ നേടിയാണ് വീണ്ടും UDF അധികാരത്തിൽ വരുന്നത്. അതിനൊരു കാരണമായതും ഈ വിഷമദ്യ ദുരന്തമാണെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. മാത്രമല്ല, അന്ന് പുറത്തു വന്ന മാസപ്പടി ഡയറി, അതുമായി ബന്ധപ്പെട്ട് ഇടത് പാർട്ടികളിൽ വലിയ കോലാഹലങ്ങളാണ് ഉണ്ടായത്. അന്ന് ആ പാർട്ടികൾ ചില നേതാക്കൾക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്തു. അങ്ങനെ സംഭവബഹുലമായ ഒരു കാര്യമായി ഈ വിഷമദ്യ ദുരന്തം മാറുന്ന ചരിത്രം കൂടിയുണ്ട്. മണിച്ചനിപ്പോൾ ഒരു ആശുപത്രിയിലെ ക്യാൻറ്റീൻ നടത്തിപ്പുകാരനായി ജീവിക്കുന്നു എന്നൊരു വസ്തുതയാണ് നമുക്ക് മുന്നിലുള്ളത്.